പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ ആകുന്നു. വിത്തില്ലാത്ത കൃഷി ഭൂമിയിൽ എവിടെയുമില്ല, വിത്തില്ലാതെ മുളയ്ക്കുന്ന വിദ്യയുമില്ല. അതായത് വിത്ത് കൃഷിക്ക് അടിസ്ഥാനമാണ്. അതുപോലെ ദൈവരാജ്യത്തിന് വിത്ത് ദൈവവചനമാണ് എന്ന് ലൂക്കോസ് 8:11 നാം വായിക്കുന്നു. ദൈവവചന പ്രവർത്തനമില്ലാതെ ദൈവരാജ്യത്തിന് ഉത്ഭവവും നിലനിൽപ്പും ഇല്ല. വചനമാണ് മനുഷ്യഹൃദയം എന്ന മണ്ണിൽ വിതയ്ക്കപ്പെടേണ്ടത്. അത് നല്ല ഹൃദയങ്ങളിൽ വീണാൽ അത് 30, 60, 100 മേനി വിളവ് തരും. മർക്കോസ് 4:20. എന്നാൽ നാം കാണുന്ന തലക്കെട്ടിൽ ദൈവരാജ്യം വചനത്തിലല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സുവിശേഷങ്ങളിൽ വചനത്തിൻ്റെ പ്രവർത്തന വ്യാപ്തിയെയും അതിൻ്റെ ശക്തിയെയും കുറിച്ച് അർത്ഥവത്തായ വാക്കുകൾ കാണുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഘടനവിരുദ്ധമായി പറയാനുള്ള കാരണം എന്താണ്? തത്വജ്ഞാന പ്രസംഗ പരമ്പരയാൽ യൂട്രോപ്യ സാമ്രാജ്യം സ്ഥാപിക്കുമെന്ന് ആശിച്ചവരാണ് ഗ്രീക്കിലെ തത്വജ്ഞാനികൾ. യൂട്രോപ്യ സാമ്രാജ്യം എന്നാൽ സമത്വ സമ്പൂർണമായ സാമ്രാജ്യം എന്നാണ് അതിനർത്ഥം. ഈ ചിന്താഗതിയോട് യോജിപ്പുള്ള ചില കൊരിന്തിലുള്ള വിശ്വാസികൾ അന്നുണ്ടായിരുന്നു. ദൈവവചനത്താലുള്ള ദൈവരാജ്യം വേണമോ, അല്ല തത്വജ്ഞാന പ്രസംഗത്താലുള്ള യൂട്രോപ്യ സാമ്രാജ്യം വേണമോ? അതുകൊണ്ടാണ് പൗലോസ് ഞാൻ വടിയോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് എന്നും അടുത്ത വാക്യം 1 കൊരിന്ത്യർ 4:21 ചോദിക്കുന്നത്. തത്വജ്ഞാനം മനുഷ്യരുടെ സമ്പ്രദായത്തിനും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കും ഒത്തവണ്ണം അതിനോട് യോജിച്ച് നിൽക്കുന്നതാണ്. അതിന് മനുഷ്യനെ പരിപൂർണതയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വചനം എന്ന പദത്തിന് ഇംഗ്ലീഷിൽ വേർഡ്, ഗ്രീക്കിൽ ലോഗോസ് എന്ന പദമാണ് കാണുന്നത്. ബൈബിളിൽ ലോഗോസ് എന്ന പദം 21 പ്രാവശ്യം വ്യത്യസ്ത അനുഭവങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി കാണുന്നു. 1 കൊരിന്ത്യർ 4:20 നാം കാണുന്ന വചനം എന്ന പദത്തിന് ലെക്സിക്കനിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം സാധാരണ പ്രസംഗം, വാക്കുകളുടെ അലങ്കാരപ്രയോഗം എന്നിവയാണ്. ദൈവവചനത്തെക്കുറിച്ചുള്ള ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നതായി നാം കാണുന്നത് ദൈവരാജ്യത്തിൻ്റെ ശക്തി വെറും പ്രസംഗത്തിലല്ല, വാക്കുകളുടെ പെരുപ്പത്തിലുമല്ല. കൊരിന്ത്യയിലും ഗ്രീസിലും അഥേനയിലും തത്വജ്ഞാനത്തിൻ്റെ ഈറ്റില്ല കേന്ദ്രമായിരുന്നു. അവിടെ പിതാമഹന്മാരായ ഇവരുടെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ തത്വജ്ഞാനത്തിൻ്റെ സാമ്രാട്ടുകളായിരുന്നു. ആ കാലങ്ങളിൽ നഗരങ്ങളിൽ വലിയ ഓഡിറ്റോറിയം പണിയുകയും അവിടെയെല്ലാം തത്വജ്ഞാനത്തിൻ്റെ വിവിധങ്ങളായ മേന്മകളെക്കുറിച്ച് വിവിധ ശാഖകളെക്കുറിച്ചും സെമിനാറുകൾ നടത്തി അവിടെ പോരുന്നൊരു സമ്പ്രദായമുണ്ടായിരുന്നു. എന്നാൽ നാം വായിക്കുന്ന രാജ്യത്തിൻ്റെ വചനം മനുഷ്യഹൃദയത്തെയും മനസ്സിനെയും സമൂലമായി മാറ്റി രൂപാന്തരം വരുത്തുവാൻ ഉള്ള ദൈവശക്തിയായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. ദൈവരാജ്യം എന്നത് സഭയിൽ എഴുതി വെച്ച ചില പ്രാദേശിക പ്രമാണങ്ങളിൽ അധിഷ്ഠിതമല്ല. ഗ്രീസിൽ തത്വജ്ഞാനികൾ പഠിപ്പിച്ചിരുന്നു സമത്വസുന്ദരമായ യൂട്രോപ്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്നായിരുന്നു അവർ ആശിച്ചിരുന്ന. യൂട്രോപ്യ അവരുടെ ഗ്രീക്ക് ഭാഷാ സാഹിത്യ യോഗത്തിലോ വാദപ്രതിവാദത്തിലോ സെമിനാറുകൾ കൊണ്ടോ വരുത്തുവാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാക്കാം. ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ അവരുടെ കോട്ടകളെ, സങ്കല്പങ്ങളെയും എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുവാൻ കഴിയുമായിരുന്നുള്ളൂ. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങൾ. ആത്മരക്ഷ പ്രാപിച്ച ക്രിസ്തുവിശ്വാസികൾ സ്വന്തം മനസ്സിലുള്ള വ്യർത്ഥ ചിന്തകളെയും ലോകത്തിലുള്ള ദുഷ്ടവിചാരങ്ങളെയും വിട്ടൊഴിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. റോമർ 12:2. അല്ലാത്തപക്ഷം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ദൈവഹിതം തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ആത്മീക വളർച്ച എന്ന് പറയുന്നത് ദൈവവചനവും പത്യോപദേശവും മാത്രമാണ്. മനുഷ്യ മനസ്സിൽ ദൈവരാജ്യത്തിനും പരിജ്ഞാനത്തിനും അനുകൂലമായ ചിന്തകളും ആലോചനകളും ഉത്ഭവിക്കുകയും എല്ലാ മ്ലേച്ഛ ചിന്തകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത്. നല്ല ചിന്തകളാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉന്നതിക്കും അടിസ്ഥാന പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും വിശ്വാസികളായ നമുക്കോ ദൈവശക്തിയും ആകുന്നു. 1 കൊരിന്ത്യർ 1:18 നാം വായിക്കുന്നു. എങ്കിൽ ദൈവരാജ്യം വചനത്തിലല്ല എന്ന് പൗലോസ് പറയുന്നത് സാധാരണ പ്രസംഗത്തിലോ വാക്കുകളിലോ അല്ല. എങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ തന്നെ നമുക്ക് വിശ്വസിക്കാം, മുൻപോട്ട് പോകാം. കർത്താവ്